വന്നപ്പോൾ തന്നെ ചക്ക മാറിയിട്ടുണ്ട്. എന്താ ഒരു 2 മാസം നിന്നിട്ട് ഘടന വന്നു. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? സുഖന്നല്ലേ? ഇന്ന് പിന്നെ നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതാ ഇന്ന് സന്തോഷവും ഒക്കെ ഉള്ളൊരു ദിവസത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്നൊരു സന്തോഷ വാർത്ത ഉണ്ട്. അതുകൊണ്ട് ഇമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഉമ്മ വന്നപ്പോൾ കുറച്ച് ബീഫും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതൊക്കെ ഉമ്മന്നെ മുറിച്ച് തരുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പിന്നെ നമ്മൾ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പാണ്. ഇതൊന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കട്ടെ. പരിപ്പ് ഇന്ന് കെറ്റിലാണ് വേവിച്ചെടുക്കുന്നത്. കാരണം അടുപ്പത്ത് വെക്കാൻ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കെറ്റില് കുറച്ച് ഓയിലും വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ കടന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. മുരിങ്ങക്കായി ആണ് കേട്ടോ മെയിൻ. മുരിങ്ങക്കായി കുറച്ച് തോനെ കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ മുരിങ്ങക്കായി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുട്ടി പണിക്ക് പോയി കൊടുത്തുനിന്ന് എവിടുന്നോ കുറച്ച് അധികം ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ആ പരിപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഞാൻ സ്പീഡ് ഒന്നിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പം തന്നെ വേഗം നിറഞ്ഞു തുളുമ്പി അങ്ങനെയൊക്കെ ഒരു സൈസാണല്ലോ ഈ പരിപ്പ്. പറഞ്ഞ കേൾക്കാത്ത മട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സ്പീഡ് ഒന്നിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പം അത് അവിടെ ഒന്നും കൂടി വെന്ത് വരാണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് അവിടെ നന്നാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അയക്കില്ല ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇന്ന് ഉമ്മയ്ക്ക് വന്നതിന് വേറൊരു കാരണം ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കിണർ കുത്താനുള്ള പുറപ്പാടാണേ. അപ്പോൾ കുഴൽ കിണർ അടിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ 1-2 മാസമായി ഇതിൻ്റെ പിന്നാലെ നടക്കൽ തുടങ്ങിയിട്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഒന്നും ലെവലായിട്ട് ഇങ്ങോട്ട് എത്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നാണ് ആ ഒരു ദിവസം വന്നെത്തിയത് കേട്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരും എന്നുള്ളത്. ഇന്ന് വൈകുന്നേരം വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ച കഴിഞ്ഞിട്ട്. പക്ഷേ ഓല് എവിടെയോ അടിക്കുന്നിടത്ത് വേഗം കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓല് ഇങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കിണർ കുത്താനുള്ള തീരുമാനം ഒരു ജനുവരി ആയപ്പോൾ തന്നെ ഇറക്കിയതാണ് കേട്ടോ. അപ്പം ഈ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേറ്റാണ് നമ്മൾ ഇങ്ങനെ പാറുണ്ടോ, നമ്മൾ കിണർ കുത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഭൂമിൻ്റെ അടിക്ക് അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരിപ്പോൾ എന്താണെന്ന് എനിക്ക് മറന്നു വയ്ക്കണേ. ഈ സാധനമൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു 2 മാസം മുന്നത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നോക്കാനായിട്ട് ഇങ്ങനെ ഒരാളുണ്ട്. അപ്പം നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ പാറയാണ് കേട്ടോ. എല്ലാ കിണറ്റിലും പാറയാണ്. നമ്മൾ സാധാ കിണർ കുത്തിയാലും അതിൻ്റെ അടിക്ക് പാറ പൊട്ടിക്കാൻ കഴിയാതെ പിന്നെ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം പൊട്ടിച്ചിട്ട് പിന്നെ അവിടെ ഇട്ട് വേനൽക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് എല്ലാവരും കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും തന്നെ ഒരു കൺഫ്യൂഷൻ ഇനി എന്താ അപ്പോൾ ഇത് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കിണർ കുത്തി വേനൽക്ക് വെള്ളമില്ലാതെ ആകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് വലിയ മെച്ചമല്ലല്ലോ. മഴക്കാലത്താകുമ്പോൾ നമുക്ക് എങ്ങനെയും വെള്ളം കിട്ടും. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു 2 ബക്കറ്റ് നമ്മൾ ഇറയിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. പക്ഷേ വേനലാവുമ്പോൾ അതല്ലല്ലോ അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഇത് കാട്ടുക എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഇനി കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞുട്ടിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആള് സാധാ കിണറിൻ്റെ പണിക്ക് പോണത് കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു തന്നതാണ് ഈ ഒരു രീതിയിൽ നോക്കുന്ന സംവിധാനം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്ന് വെച്ച് ഓർമ്മ ഉണ്ടേനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു 2 മാസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഞാനിത്. അന്ന് വന്ന സമയത്ത് ഞാനങ്ങനെ ഷൂട്ട് ചെയ്തതിനെ ഇതിൻ്റെ ഒരു കമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിങ്ങനെ കുത്തി നോക്കും നമ്മൾ ഭൂമിയിൽ എല്ലായിടത്തും. അപ്പം അത് പാറ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു കീ ഒരു സൗണ്ട് ഇങ്ങനെ വരും. ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി തെളിഞ്ഞിട്ട് അങ്ങനെ വരും. നമ്മളെ ഇവിടെ എവിടെ കുത്തിയോ അവിടെയൊക്കെ ലൈറ്റ് തെളിഞ്ഞിട്ടേ ഉള്ളൂ. അയാൾ തന്നെ പറഞ്ഞു ഇവിടെ മൊത്തം പാറല്ല ഏരിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ.
പക്ഷെ അയാള് പറഞ്ഞത് ഒരു 90 അടിയിലൊക്കെയാണ് പാറ കാണുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു 90 അടിയിലൊക്കെ കാണുള്ളൂ വെച്ചെങ്കിൽ സാധാ കിണർ തന്നെ കുത്തിയാൽ മതിയല്ലോ. അപ്പൊ പിന്നെ അയാള് പറഞ്ഞ് അത് ഇവിടെ ഈ പാറ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കട്ടിയുള്ള പാറയാണ്, ഒരു സാധാ ഒരു മറ്റേ മാർബിൾ അങ്ങനത്തെ പാറയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് അത് ഈ കുഴൽ കിണറാക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ അതാ ഇന്നാണ് ഇപ്പൊ കുഴൽ കിണറിന്റെ ആൾക്കാർ വന്ന് കിട്ടിയത് കേട്ടോ. അപ്പൊ ഓരോ സാധന സാമഗ്രികളൊക്കെ സെറ്റാക്കി തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിന്നാല് ഒരു ഇത്തിരി വെള്ളമൊക്കെ കലക്കി കൊടുക്കാന്ന് വിചാരിച്ചു. നാരങ്ങ പറഞ്ഞപ്പോ നാരങ്ങ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അജു ടാങ്കിന്റെ പൊടിയും കൊണ്ടാ വന്നത് കേട്ടോ. എനിക്ക് ഈ ടാങ്കിന്റെ പൊടി വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് മാത്രം കിട്ടിയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വെള്ളം കലക്കി കൊടുത്തേ. പിന്നെ ഓലെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ അതില് ഡീസൽ അടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പൊ അത് വരുമ്പോഴത്തേനും ഇവര് ഇതൊക്കെ സാവധാനം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കണം കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ എന്റെ ബാക്കി കറിന്റെ പരിപാടികളൊക്കെ അവിടെ കിടക്കാണല്ലോ. അപ്പൊ അത് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ചെയ്യണ്ടേ. ഉമ്മാക്കായ ഇറച്ചി മുറിക്കലും കഴുകലും തന്നെ ഉണ്ടെങ്കിൽ കുറെ സമയത്തെ പണി കേട്ടോ. അപ്പൊ പരിപ്പ് ഞാൻ വേവിച്ച് കണ്ട് വേറെ ചട്ടിക്ക് മാറ്റിയിട്ട് അപ്പൊ ഈ കെറ്റിൽ തന്നെയാണ് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളും വേവിച്ചെടുക്കണം കേട്ടോ. അതിന് പൊടികളൊക്കെ ഇട്ടിട്ട് അതിൽ തന്നെ ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് എന്നിട്ട് പിന്നെ സാമ്പാർ തട്ടിക്കൂട്ടാം. അപ്പം ഇന്ന് സാധാ ബീഫ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വന്നപ്പോൾ മറ്റേ ലിവർ അങ്ങനത്തെ സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിലും ബീഫ് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടടുപ്പും ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലികം ഞാൻ കുക്കറിൽ തന്നെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ തന്നെ എന്താ മറ്റേ വണ്ടി വന്നിക്കണേ. എന്തിനാണ് ഇപ്പൊ വിളിച്ചിട്ട് അതിനെടുത്തണ്ടേ? നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറില്ലേ, അതും സംഗതി അവസ്ഥ തന്നെയാണ് കേട്ടോ. അടിയിൽ പാറയാണ്. പിന്നെ വേനലായാല് വെള്ളം കമ്മിയാണ് കേട്ടോ. ഇപ്പം പറയുമ്പോ ഞങ്ങള് ഒരു പെരക്കാര് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആ പെരക്കാർക്കും പെരപ്പണിയൊന്നും നടക്കണില്ലല്ലോ, വാർത്തിട്ട് പിന്നെ പെരപ്പണിയൊന്നും എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അതിലുള്ള വെള്ളം ഞങ്ങക്ക് ഒരു ദിവസം ഒരു ടാങ്ക് പോലും നിറയണില്ല കേട്ടോ. കുറേശ്ശെ ഒരു 2 ബക്കറ്റോ 3 ബക്കറ്റൊക്കെ ഒരു നേരം അടിച്ച് കയറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കുറച്ച് വെള്ളമാകുമ്പോൾ പിന്നെയും കുറച്ച് അടിച്ചും അങ്ങനെ ഒരു ദിവസം 2 3 വട്ടം മോട്ടർ ഇട്ടിട്ടാണ് കുറച്ചെങ്കിലും വെള്ളം കയറുന്നത് കേട്ടോ. അതന്നെ ഇല്ല വെള്ളം, തെളിവില്ല വെള്ളമൊന്നുമല്ല, ഒരു ചളിയില്ല വെള്ളമാണ് കേട്ടോ. അപ്പൊ ഇതാ കുറ്റി നമ്മളവിടെ അടിച്ചിട്ടിക്കേനി കേട്ടോ. കുറ്റി അതാണ് ഒരു കമ്പ് അയാൾ അവിടെ നിന്ന് എടുത്തത് കേട്ടോ. അത് സാധാ ഒരു മരത്തിന്റെ കുറ്റിയാണ് അന്ന് ആശാരി അടിച്ചു തന്നിട്ടുണ്ടേനിയത്. അപ്പം അത് കുട്ടികള് ചിലപ്പോ എന്താ ഇതൊരു കമ്പ് വിചാരിച്ചിട്ട് വലിച്ചിടുമല്ലോ. അങ്ങനെ വലിച്ചിടണ്ടാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുട്ടി അന്ന് ആ ഒരു കമ്പ് മറ്റേ കമ്പി ഉണ്ടല്ലോ അത് കുത്തി താത്തി വെച്ചിക്കേനി കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു കുനിപ്പ് ഭാഗം മാത്രം പുറത്തേക്ക് കാണുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിലായിട്ട് വെച്ചിട്ടുണ്ടേനിയത്. കുറ്റി അവിടെയെന്ന് ചിലപ്പോ ഞങ്ങളെന്നെ പലപ്പോഴും വന്നിങ്ങനെ കുറെ തപ്പിയിട്ടുള്ളൂ കേട്ടോ കണ്ടുപിടിച്ചാൻ പറ്റുക. അങ്ങനെ ആ ഒരു രീതിയിലേനി കുറ്റിയൊക്കെ. അപ്പൊ അതൊക്കെ പറിച്ചെടുത്ത് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടേനി കേട്ടോ. ഞമ്മക്ക് 90 അടിയിലാണ് പാറ എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ പാറ 27ാമത്തെ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞമ്മക്ക് ആദ്യം ഒരു വലിയ പൈപ്പ് ഇറക്കി പിന്നെ അതിന്റെ ഒപ്പം ഒരു ചെറിയ പീസോ ഒക്കെ ഇറക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒരു പൈപ്പ് 20 മീറ്റർ ആയിട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അതിനെ പറ്റി അറിയില്ലേ. അപ്പം ആ ഒരു ഈ ഒരു വലിയ പൈപ്പ് അതിന്റെ ഒപ്പം ചെറിയൊരു പീസ് ഈ ജോയിന്റ് അടിച്ചേണ്ട വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി 27 അടി കഴിഞ്ഞിട്ട് ഫുൾ പാറയിന് കേട്ടോ. പാറ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമാണ് ഈ പൈപ്പ് ഇടുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ പാറ തുറന്ന് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുക. പിന്നെ പാറ പൊടിച്ചുമ്പോ നല്ല പോലെ ആ പൊടി നന്നായിട്ട് പാറിനുണ്ടേനി കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടേനു അങ്ങനെ പൊടി പാറിച്ചാൻ പാടില്ല, അതിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചണം എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ആദ്യം തന്നെ അവിടെ അടിച്ച് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. കാരണം അയൽവക്കത്ത് കൂടെ ആകെ പൊടി പാറി ഞമ്മക്കൊരു ഇത് എടുക്കുമ്പോ ആർക്കും ശല്യാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാറപ്പൊടി ഒന്നായിട്ട് പറയാ ഞമ്മക്ക് തന്നെ അത് ദോഷമാണ്. നമുക്ക് ശ്വസിച്ചതിനും ഒക്കെ വീടിന്റെ ഉള്ളിലും ഒക്കെ പൊടി വന്നിരിക്കൂലേ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഓരോട് അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടി അവിടെ നോക്കി നിൽക്കുന്നേ കേട്ടോ. കുഞ്ഞുട്ടി അനിയനുമാണ് ആ ഒപ്പം നിന്ന് അവിടെ നോക്കി നിൽക്കണത് കേട്ടോ. ഓല് കയ്യണ വരെ അവിടെ ഇവിടെ ആയിട്ട് നോക്കി നിൽക്കുന്നേന്. അപ്പൊ ഓലോട് ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ അടിച്ചാൽ പറഞ്ഞിട്ടുണ്ടേനു. അതുകൊണ്ട് വല്ലാണ്ടൊന്ന് പൊടി പാറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഞമ്മക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതടിക്കാനങ്ങോട്ട് തുടങ്ങിയപ്പോ മുതല് ഞമ്മക്ക് ഇങ്ങനെ ഒരു നെഞ്ചിലൊരു കാളിലേനി കേട്ടോ. വെള്ളം കാണുമോ വെള്ളം കാണൂലേ, പലയിടത്തും വെള്ളം കാണാതെ ഇട്ട് പോയതും അങ്ങനത്തെ ഒക്കെ കിസ്സകള് നമ്മളിങ്ങനെ കേൾക്കുമ്പോഴേ ഞമ്മക്ക് വല്ലാത്തൊരു ബേജാറായിനി. നമ്മളിനി ഇത് കുത്തി കഴിഞ്ഞ് വെള്ളം കണ്ടാലും ഇല്ലെങ്കിലും ഓൽക്ക് ഓലെടുത്ത പണിക്കുള്ള പൈസ കൊടുക്കണല്ലോ, ആ ഒരു രീതിയില്. അപ്പൊ ഇതാ പാറപ്പൊടിയൊക്കെ ആകെ ഇങ്ങനെ പാറി ഇങ്ങനെ ഇതായി കൊണ്ട് നിൽക്കണ്ടോ. അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ അങ്ങനെ നിയമളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് ദുആ ചെയ്താൽ പഠിച്ചോൻ വേഗം കേൾക്കും, ഉമ്മാന്റെ കുട്ടി ദുആർന്നാല് പഠിച്ചോൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓള് വേഗം കുളിച്ച് നിസ്കരിച്ച് നിസ്കാരപ്പായിലൊക്കെ ഇരുന്ന് ഓള് ദുആർന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പഠിച്ചോനെ വേഗം വെള്ളം കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ദുആർന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഞമ്മക്കൊരു 44 അടിയിൽ തന്നെ വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ടേനി കേട്ടോ. പാറന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടേനി. പിന്നെ അതാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അടിച്ചതിനനുസരിച്ചിട്ട് വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേനി കേട്ടോ. നനഞ്ഞ പാറപ്പൊടിയാണ് വന്നിട്ടുണ്ടേനി. എംസാന്റെ ഒക്കെ വെള്ളം നനച്ച പോലത്തെ പാറപ്പൊടിയാണ് വന്നിട്ടുണ്ടേനി. അതുകൊണ്ട് പിന്നെ വല്ലാതെ വെള്ളം പാർന്നുകാണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ. വെള്ളം അയൽവക്കത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ അടിച്ചാണ് കേട്ടോ. കാരണം നമ്മളാ കിണറ്റില് വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പം അവിടുന്ന് ഇവിടുന്ന് എല്ലാരും കിണറ്റിലെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഉള്ളൂ. അപ്പൊ ആ ഉള്ളത് അവിടുന്ന് ഇവിടുന്ന് കുറേശ്ശെ അടിച്ച് പിന്നെ പറിച്ചോന്റെ ഒരു കുതിരത്തേക്കും വെള്ളം ഇനിയിപ്പോ കുറേ ഇതിക്ക് അടിച്ചുങ്ങാണ്ട് ഓലെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേക്കും പറിച്ചോനെ ആ ഒരു 44ാമത്തെ അടി മുതൽ പിന്നെ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മള് കണ്ടിട്ടുള്ളത്. പിന്നെ വെള്ളം കണ്ടാല് ആ ഒലും വെള്ളം കലക്കല് നിർബന്ധമാണല്ലോ. അപ്പൊ പിന്നെ ഒലും വെള്ളം കലക്കാന്ന് വിചാരിച്ചു. അയിത്ത വെള്ളം മുക്കിയിട്ട് നമുക്ക് എന്തായാലും ആ ഒലും വെള്ളം ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റൂല. അപ്പൊ തൽക്കാലികം നമുക്കിപ്പോ അയൽവക്കത്തെ കിണറ്റിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ട് നമുക്ക് ആ ഒലും വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാട്ടോ. അപ്പൊ ഞാനും ഇമ്മയും ചെറുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുത്ത് പിന്നെ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്ത് പഴം കൈകൊണ്ട് ഞാൻ ഉണ്ടിയെടുത്താലൊക്കെ മതി. പിന്നെ ഇനി മിക്സിയിൽ ഇട്ടിട്ടോ ഒന്നാണ് കറക്കി ഇങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇമ്മയും പിന്നെ അയൽവക്കത്തെ താത്തയും ഇളച്ചിയും എല്ലാരും ഉണ്ടായിനി വെള്ളം കലക്കാന്. അപ്പൊ അങ്ങനെ വെള്ളമൊക്കെ കലക്കി എടുത്തിട്ടുണ്ടായിട്ടോ. ഫുള്ളായിട്ട് എല്ലാ സീനൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പല പല മൈൻഡ് ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കണ ഒരു സമയമല്ലല്ലോ. നമുക്ക് ഒരു വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡൊന്നും ഇല്ല. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയില്ലേ. അപ്പൊ പിന്നെ അതെങ്ങനെങ്കിലും ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ കുറച്ച് സീനുകൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കണല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ കുറേശ്ശൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പൊ അത് ആവലും വെള്ളമൊക്കെ റെഡിയായി. എവിടെ പോയി അജുവാ 44 അടിയിൽ വെള്ളം കണ്ടാലും 125 അടി വരെ അടിച്ചിട്ടുണ്ടേനി കേട്ടോ. പക്ഷേ എന്നിട്ടും ഞമ്മക്ക് വെള്ളം ഇങ്ങോട്ട് ഉയർന്ന് പൊന്തി ഇങ്ങോട്ട് വരുമല്ലോ ആ പ്രഷറില്. ആ ഒരു രീതിയിൽ ഒന്നും വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു വെള്ളം കണ്ടതിന്റെ ഒരു വലിയൊരു സന്തോഷവും ആഹ്ലാദമൊന്നും ഉണ്ടായില്ല. പോയി കഴിഞ്ഞിട്ടല്ല പറയുന്നത് കേട്ടോ. കേട്ടോ കുട്ടീനല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടിയെ കണ്ടോ പൂയ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കിണറത്യാവില്ല വെള്ളം ഇവിടെയൊക്കെ കണ്ടില്ലല്ലേ? നമുക്ക് കണ്ടോളൂ ഒക്കെ കണ്ടോളൂ. ആരാണ്?
മുത്തൂസ് ലൈഫിന്റെ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ നല്ല നീറ്റ് ആയിട്ടില്ലേ കണ്ടിട്ടുള്ളൂ. കണ്ടോ അലങ്കോലായിട്ട് കിടക്കണം. ഇതാണ് മുത്തൂസ് ലൈഫിന്റെ ഏറ്റവും വലിയ കിച്ചണ്. ബട്ട് എല്ലാരും നിങ്ങളെ വീഡിയോയിൽ ക്ലീൻ ആയിട്ടില്ലേ ഇപ്പൊ കണ്ടില്ല അലങ്കോല. ഇതാണ് സ്ഥിരമായിട്ടില്ല ഇവിടുത്തത്. പിന്നെ വൃത്തിയാക്കി ഇടാന്നുള്ളൂ. വന്നപ്പോ തന്നെ ചക്ക മാറിയിട്ടുണ്ട്. എന്താ അവള് വിചാരം? വെറും തിന്ന തീറ്റാന്നല്ല വേറെ വിചാരം എല്ലാവർക്കും. ഞാനാണ് ഗൾഫിൽ പോയിന് ആള്. ഒരു 2 മാസം നിന്നിട്ട് ഘടന വന്നു. 6 മാസം അപ്പം അതിനിടക്ക് മുത്തച്ഛന്മാരും മുത്തച്ഛികളും ഓല മക്കളും വരക്കളൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മുത്തച്ഛന്റെ മരുവക്കും മകൾക്കൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങളോട് പറയില്ലേ. അപ്പൊ ഓല് വന്നപ്പോഴത്തെ സീനുകളൊക്കെയാണ് കേട്ടോ അത്. അപ്പൊ അതെനിക്ക് കണ്ടപ്പോ നല്ലൊരു ഇഷ്ടമായി തോന്നിക്കാണ്ട് ഞാനതൊന്നും വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ അതേപോലെ ഇട്ടത് കേട്ടോ. പിന്നെ ഈ കുഴൽക്കിണർ അടിച്ച പോലെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കൊടുക്കണില്ല കേട്ടോ. കാരണം ഓലെ പണി നമുക്ക് അത്ര ഇങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓല് ചെയ്യണ പണി ആത്മാർത്ഥമായി ചെയ്യണതിനേക്കാൾ കൂടുതൽ പൈസയെ മോഹിച്ചോലാണ് എന്ന് തോന്നിപ്പോയിട്ടോ. കാരണം ഓൽക്ക് അതിലേറെ ഒരു ചെയ്യണ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യണതിലേറെ കൂടുതൽ ഒരു പൈസ 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 ഏതൊക്കെ രീതിയിൽ കൂട്ടാൻ പറ്റും, എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചെലവുണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഓര് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പണിയിൽ നമുക്ക് ഒട്ടും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. പിന്നെ ഒരുപാട് കുത്തിയിട്ട് വള്ളം അതൊക്കെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വന്നതൊന്നുമില്ല കേട്ടോ. 44 അടിയിൽ തന്നെ പാറയാണെങ്കിലും ആ ഒരു 44 അടിയിൽ തന്നെ പാറയുന്ന ഉറവയൊക്കെ കണ്ട് നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പല പല കാരണങ്ങൾ കൊണ്ട്, അതൊന്നും ഇപ്പൊ എല്ലാതും ഞാനൊന്നും പറയണില്ല, പല പല കാരണങ്ങൾ കൊണ്ടും ഇവലും നമ്മള് തെരഞ്ഞെടുത്ത ഇത് മോശമായി പോയി എന്ന് നമുക്ക് വീണ്ടും വീണ്ടും എന്താണ് നമുക്ക് പിന്നെ നമുക്ക് അറിയില്ലല്ലോ, ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു പറ്റി പോയിട്ടുണ്ടേനി കേട്ടോ. പിന്നെന്താ വെച്ചാല് ജീവിതത്തിൽ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വിചാരിച്ച മാതിരി എല്ലാതും കറക്റ്റ് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോ ഒരു നരിക്കത്തിനൊരു കയറ്റം പടച്ചോന് കരുതിയിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു എന്താ പറയാ ഒരു നല്ലത് പടച്ചോന് ഇതിന്റെ ബേക്കിലുള്ള ദിവസങ്ങൾ വരാനുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.